ശബരിമലയിൽ വൻ തീർത്ഥാടക തിരക്ക്. ഈ വർഷം ഏറ്റവും കൂടുതൽ തീർത്ഥാടകർ എത്തിയത് ഇന്നലെ 77,026 ഭക്തരാണ് ഇന്നലെ ദർശനം നടത്തിയത്. ഏറ്റവും കൂടുതൽ സ്പോട്ട് ബുക്കിംഗ് നടന്നതും ഇന്നലെയാണ് ശബരിമലയിൽ നിന്ന്. ഗോകുലുണ്ട് വിശദാംശങ്ങളുമായി. ഗോകുൽ, വലിയ ഭക്തജന തിരക്കാണോ സന്നിധാനത്ത്? അതിന് തിരക്ക് നല്ല രീതിയിൽ വർദ്ധിക്കുന്നുണ്ട്. ദിനംപ്രതി തീർത്ഥാടകരുടെ എണ്ണത്തിൽ വർധനവ് രേഖപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. നിലവിൽ നട തുറന്ന് 8 ദിവസങ്ങൾ കഴിയുമ്പോൾ ഏകദേശം 4.5 ലക്ഷത്തോളം തീർത്ഥാടകർ ശബരിമലയിൽ ദർശനം നടത്തി മടങ്ങി കഴിഞ്ഞിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ തീർത്ഥാടകർ എത്തിയത് ഇന്നലെയായിരുന്നു. ഇന്നലെ മാത്രം ഏകദേശം 77,026 തീർത്ഥാടകരാണ് ശബരിമലയിൽ ദർശനം നടത്തുകയുണ്ടായത്. ഏറ്റവും കൂടുതൽ സ്പോട്ട് ബുക്കിംഗ് നടന്നതും ഇന്നലെ തന്നെയാണ്. 9,254 പേരായിരുന്നു ഇന്നലെ സ്പോട്ട് ബുക്കിംഗ് വഴി ദർശനം നടത്തിയത്. ബാക്കി എല്ലാവരും ഓൺലൈൻ ബുക്കിംഗ് വഴിയുള്ള ദർശനത്തിലൂടെ അല്ലെങ്കിൽ ഓൺലൈൻ വിർച്വൽ ക്യൂ ബുക്കിംഗ് വഴി ദർശനം നടത്തിയ ആളുകളാണ്. നിലവിൽ എല്ലാ ദിവസവും ഒരു ശരാശരി 70,000-ഓളം തീർത്ഥാടകർ ശബരിമലയിൽ ദർശനം നടത്തുന്നതായിട്ടുള്ള കണക്കുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നിലവിൽ 4,51,097 തീർത്ഥാടകരാണ് വൃശ്ചികം 1 നട തുറന്ന് ഇതുവരെയുള്ള ദിവസങ്ങളിൽ ശബരിമലയിൽ ദർശനം നടത്തിയിരിക്കുന്നത്. ഇന്നിപ്പോൾ രാവിലെ മുതൽ തന്നെ വലിയ തിരക്ക് സന്നിധാനത്ത് അനുഭവപ്പെടുന്നുണ്ട്. രാവിലെ 8 മണി വരെ 3 മണി മുതൽ 8 മണി വരെയുള്ള കണക്കുകൾ അനുസരിച്ച് 23,815 തീർത്ഥാടകർ ഇന്നത്തെ ദിവസം മാത്രം ശബരിമലയിൽ ദർശനം നടത്തി മടങ്ങി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും തീർത്ഥാടകരുടെ ഒഴുക്ക് പമ്പയിൽ നിന്നും നല്ല രീതിയിൽ തന്നെ സന്നിധാനത്തേക്ക് ഉണ്ട്. ഒരു മണിക്കൂറിൽ ഏകദേശം 3,600ഓളം തീർത്ഥാടകരാണ് മല ചവിട്ടുന്നത് എന്നുള്ള കണക്കുകൾ പോലീസ് പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ട്. വലിയ തീർത്ഥാടക പ്രവാഹം ഉണ്ടെങ്കിൽ കൂടിയിട്ടും കാര്യമായിട്ടൊരു തിരക്കോ അല്ലെങ്കിൽ മണിക്കൂറുകൾ പിടിച്ചിടേണ്ട സാഹചര്യമോ വരി നിൽക്കേണ്ട ഒരു സാഹചര്യമോ സന്നിധാനത്ത് ഉണ്ടാവുന്നില്ല എന്നുള്ളത് ഏറെ ആശ്വാസകരമാണ്. കൃത്യമായിട്ട് തീർത്ഥാടകരുടെ ഫ്ലോ മുന്നോട്ട് അല്ലെങ്കിൽ സുഗമമായി തന്നെ മുന്നോട്ട് ചലിക്കുന്നത് കൊണ്ട് തന്നെ ഒരു സ്ഥലത്തും തീർത്ഥാടകർക്ക് അധിക സമയം ദർശനത്തിനായി കാത്തു നിൽക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നില്ല. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സമാനമായ സാഹചര്യം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. കൃത്യമായിട്ട് പോലീസിന്റെ ഇടപെടൽ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഈ തിരക്ക് അധികമാവാതെ ഇത്തരത്തിൽ തീർത്ഥാടകരുടെ എണ്ണം വർദ്ധിക്കുന്നുണ്ടെങ്കിൽ പോലും തിരക്ക് കൂടുന്നത് ഒഴിവാക്കാനായിട്ട് സാധിക്കുന്നത്. 18-ാം പടി വഴി ശരാശരി 60-നും 70-നും ഇടയ്ക്ക് തീർത്ഥാടകരെ ഒരു മിനിറ്റിൽ കടത്തിവിടാനാണ് പോലീസ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അധിക തിരക്കിലേക്ക് കാര്യങ്ങൾ എത്തുകയാണെങ്കിൽ അത് ഒരു മിനിറ്റിൽ 80 തീർത്ഥാടകരെ പടികയറ്റുക എന്നുള്ളൊരു കാര്യത്തിലേക്ക് എത്തിക്കും. ഇപ്പോൾ ഏതായാലും ശരാശരി 60-നും 70-നും ഇടയിൽ തീർത്ഥാടകരാണ് ഒരു മിനിറ്റിൽ 18-ാം പടി ചവിട്ടുന്നത്. 18-ാം പടിക്ക് മുകളിൽ ഫ്ലൈ ഓവറിൽ മാത്രമാണ് അല്പസമയമെങ്കിലും ഇവർക്ക് ക്യൂ നിൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. നമ്മളിപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ ഫ്ലൈ ഓവറിലെ ദൃശ്യങ്ങളാണ്. ഇവിടെ മാത്രമാണ് അല്പസമയമെങ്കിലും ക്യൂ നിൽക്കേണ്ടി വരുന്നത്. അതിന് താഴെ 18-ാം പടിയിലോ അല്ലെങ്കിൽ വലിയ നടപ്പന്തലിലോ മല കയറുമ്പോഴൊന്നുമോ തന്നെ കാര്യമായിട്ട് ക്യൂ നിൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നില്ല. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ തന്നെ ഈ ഭാഗങ്ങളിലൊക്കെ തീർത്ഥാടകരെ മണിക്കൂറുകളോളം പിടിച്ചിടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും ഇത്തവണ അത്തരം കുറവുകളൊക്കെ പരിഹരിച്ചുകൊണ്ട് തീർത്ഥാടനം വളരെ സുഗമമാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ ദേവസ്വം അധികൃതർക്കും അതോടൊപ്പം തന്നെ പോലീസ് ഉൾപ്പെടെയുള്ള സുരക്ഷാ സേനാംഗങ്ങൾക്കും കൃത്യമായിട്ട് സാധിക്കുകയും ചെയ്യുന്നുണ്ട്. ഒപ്പം സന്നിധാനത്ത് ഇപ്പോൾ നെയ്യഭിഷേക ചടങ്ങുകളാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. 11:30 മണി വരെ നെയ്യഭിഷേക ചടങ്ങുകളുണ്ട്. നെയ്യഭിഷേകം നടത്തുന്നതിനായിട്ട് ധാരാളം തീർത്ഥാടകർ ഇവിടെ നിൽക്കുകയും ചെയ്യുന്നുണ്ട്. രാവിലെ മുതൽ തന്നെ രാവിലെ 3:30 മണിയോടുകൂടി നെയ്യഭിഷേകം ആരംഭിച്ചതാണ്. 11 മണി വരെ നെയ്യഭിഷേക ചടങ്ങുകൾ പുരോഗമിക്കും. അതിനുശേഷം ഇന്നത്തെ പ്രധാന ചടങ്ങ് കളഭാഭിഷേകമാണ്. കളഭാഭിഷേകത്തിന് ശേഷം ഉച്ചപൂജയുടെ നട അടയ്ക്കുകയാണ്. വൈകുന്നേരം ദീപാരാധന, അതോടൊപ്പം തന്നെ പുഷ്പാഭിഷേകം, ഹരിവരാസനം അടക്കമുള്ള പ്രധാന ചടങ്ങുകൾ കൂടി ഇന്ന് അവശേഷിക്കുന്നുണ്ട്. ഒപ്പം വരുന്ന ദിവസങ്ങളിൽ 12 വിളക്കടക്കമുള്ള പ്രധാനപ്പെട്ട ചടങ്ങുകൾ കൂടി നടക്കാനിരിക്കുന്നു. ആ അവസരത്തിൽ കൂടുതൽ തീർത്ഥാടകരെ പ്രതീക്ഷിച്ചുകൊണ്ടുള്ള സൗകര്യങ്ങളും സംവിധാനങ്ങളും ഒരുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ ദേവസ്വം ബോർഡിന്റെ ഭാഗത്ത് നിന്ന് ആരംഭിച്ചിട്ടുണ്ട്. അടുത്ത ദിവസങ്ങളിൽ തന്നെ ദേവസ്വം ഉന്നതതല യോഗം ചേർന്നുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങളും സൗകര്യങ്ങളും ഒക്കെ തന്നെ വിലയിരുത്തുന്നുണ്ടാവും. അതോടൊപ്പം തന്നെ തീർത്ഥാടകരുടെ എണ്ണം വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം കൈക്കൊള്ളും. കഴിഞ്ഞ ദിവസം നമ്മളോട് സന്നിധാനം സ്പെഷ്യൽ ഓഫീസർ ഇക്കാര്യം സൂചിപ്പിച്ചിരുന്നു. ആവശ്യമെങ്കിൽ വിർച്വൽ ക്യൂ വഴിയുള്ള തീർത്ഥാടകരുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ സാധിക്കും. നിലവിൽ 70,000 എന്നുള്ള പരിധി ഒരു 80,000-ലേക്കൊക്കെ ഉയർത്താൻ സാധിക്കും. കാരണം ഇപ്പോൾ 70,000 ആയെങ്കിൽ കൂടിയിട്ടും സുഗമമായി തീർത്ഥാടനം മുന്നോട്ട് പോകുന്നുണ്ട്. മറ്റ് പ്രശ്നങ്ങളോ പരാതികളോ പരിഭവങ്ങളോ ഉണ്ടാവാത്ത സാഹചര്യത്തിൽ ഒരു 10,000 കൂടി വർദ്ധിപ്പിക്കുകയാണെങ്കിൽ കൂടിയിട്ടും പോലീസിനും മറ്റ് സേനാംഗങ്ങൾക്കും ഒക്കെ തന്നെ കൈകാര്യം ചെയ്യാൻ സാധിക്കും. പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഇതുപോലെ തന്നെ സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ സംഖ്യ വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ ഒരു ശുപാർശ എന്നോണം നിർദ്ദേശം എന്നോണം പോലീസ് റിപ്പോർട്ട് ദേവസ്വം ബോർഡിന് കൈമാറിയിട്ടുണ്ട്. ഈ കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം എടുക്കേണ്ടത് ദേവസ്വം ബോർഡ് അധികൃതരാണ്. അത് വരുന്ന ദിവസങ്ങളിൽ തന്നെ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും തീർത്ഥാടനം വളരെ സുഗമമായി തന്നെ ശബരിമലയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എത്തുന്ന എല്ലാ തീർത്ഥാടകരും
തീർത്ഥാടകർക്കും സുഗമമായി അല്ലെങ്കിൽ സുഖദർശനം തന്നെ നൽകി വിടാൻ സാധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ദർശനം കഴിഞ്ഞ ശേഷം ഇവരെ ബാക്കി ചടങ്ങുകൾ, ഇവിടുത്തെ മറ്റു ചടങ്ങുകളൊക്കെ പൂർത്തീകരിച്ചതിന് ശേഷം പെട്ടെന്ന് തന്നെ മല ഇറക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ക്രമീകരണവും ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കൃത്യമായിട്ടൊരു വലിയ തിരക്കിലേക്ക് സന്നിധാനം മാറാത്തത്. ഇവരെ തൊഴുതിറക്കിയതിന് ശേഷം നെയ്യഭിഷേകം അടക്കമുള്ള പ്രധാനപ്പെട്ട പൂജാ ചടങ്ങുകളുണ്ട്. അതിനുശേഷം ഇവരുടെ കൃത്യമായിട്ട് വിശ്രമം ഒക്കെ നൽകിയതിന് ശേഷം അവരെ മല ഇറക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ കൂടി ഭംഗിയായി നടക്കുന്നത് കൊണ്ടാണ് ഒരു വലിയ തിരക്കിലേക്ക് സന്നിധാനം മാറാത്തത്. എന്തായാലും അങ്ങനെ എല്ലാ സംവിധാനങ്ങളും എല്ലാ വകുപ്പുകളും കൃത്യമായ ഏകോപനത്തോടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പരാതിക്കും പരിഭവത്തിനും അടിസ്ഥാനമില്ലാതെ തന്നെയാണ് ഈ വർഷം ഇതുവരെ ശബരിമലയിൽ തീർത്ഥാടനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആതിര. ശരി, ഗോകുലാണ് വിശദാംശങ്ങൾ നൽകിയത് സന്നിധാനത്ത് നിന്ന്.